നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം കൃത്യമായി ഒരു എയിം വെച്ച് ടാർഗറ്റ് ചെയ്തടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്നറിയാം. അതായത് ഒരാളെ മാത്രം എപ്പോഴും എന്നല്ല, അയാളെ എല്ലാ കാര്യങ്ങളിലും അയാൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും കൃത്യമായി എടുത്തു പറഞ്ഞ് തെളിവ് സഹിതം വിശദമായി തന്നെ, അതിപ്പോൾ ഒരു ചാനൽ ചർച്ചയായിരുന്നാലും മാധ്യമങ്ങളുടെ മുന്നിലായിരുന്നാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും കൃത്യമായി ഇടാറുണ്ട്. അതിലേറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചറിനെതിരെ എഴുതിയ ആ പോസ്റ്റ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ശൈലജ ടീച്ചറിനെതിരെ എവിടെയൊക്കെ അടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി അടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഇട്ട ഒരു പോസ്റ്റ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയല്ല, മുൻപത്തെ, അതായത് 5 വർഷം മുൻപുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയായ നമ്മളെല്ലാവരും വാഴ്ത്തിപ്പാടിയ കെ ശൈലജയാണ്. ഇരണ്ട കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി QR കോഡും വെബ്സൈറ്റും ഒന്നും വേണ്ട. ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ ജീവനോടെ ഉണ്ട്. ചിലർ ചികിത്സാ പിഴവ് കൊണ്ട് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒക്കെ മരിച്ചുപോയി. ഈ 5 വർഷം മുൻപ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ അടുത്ത് നിന്ന് 335 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വിജയൻ സർ ആയിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് 373 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ശ്രീമതി കെ ശൈലജ ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിലെ ഈ ഒരു സാഹചര്യം വിലയിരുത്തുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും ശൈലജ ടീച്ചർക്കെതിരെ കെ ശൈലജയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് ഒരു പക്ഷേ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശൈലജയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, നേരത്തെ ഷാഫിയും ശൈലജയും തമ്മിൽ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതേ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടും ശൈലജയും ഒക്കെ തന്നെ രാഹുൽ സ്വതന്ത്രനായി ഇറങ്ങുകയാണെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ജീവൻ മരണ പോരാട്ടമാണ്. ശൈലജ എപ്പോഴും വോട്ടിന് വേണ്ടി ഇറക്കും. പക്ഷേ മുമ്പ് കിട്ടിയ അത്രയും വോട്ട് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ ഇറക്കിയാൽ കിട്ടുമോ എന്നതുകൂടി ഒരു സംശയമാണ്. ഇത് ആദ്യമായിട്ടല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് ആദ്യമായിട്ടല്ല കെ ശൈലജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നത്. ഫെബ്രുവരി 10-ാം തീയതി സമാനമായ രീതിയിൽ ഒരു പോസ്റ്റ്, സമാനമല്ലെങ്കിൽ പോലും കെ ശൈലജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു. പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാള്യതയും ഇല്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്കൊരു മടിയുമില്ല. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ. അത് അവർ പലകുറി തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നോക്കൂ, കുറെ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലാളികളായ അമ്മമാരുടെ എത്ര മനസ്താപം ഇല്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണ് എന്ന കള്ളം പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്കൊരു മടിയുമില്ല. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അത് ഇല്ല എന്നും അതിന് കാരണം LDF സർക്കാരാണെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് അവർക്ക് അറിയാനിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധതയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് MM മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശ്രീമതി കെ ശൈലജ ഇന്നലെ പറഞ്ഞത്. ഈ പെരുന്നുണകൾ ഈ നാട് തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇതൊരു ഫേക്ക് മുഖമാണ്, ആ മുഖത്തെ വലിച്ച് എറിയുക തന്നെ ചെയ്യും എന്നുള്ളത്. എന്തായാലും ഭാവിയിൽ ഒരു പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശൈലജ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് അത് അങ്ങനെ വന്നാൽ തന്നെ ഒഴിമുഴ മുന്നേ എറിഞ്ഞതാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും ശൈലജ ടീച്ചർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ടാർഗറ്റ് തന്നെയാണ്.